ചെറുപ്പക്കാരൻ അർജുനനോട് യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആത്മോപദേശം. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങളെ ശോഭമാനരാക്കണം എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഇതിന് ലോകം വിട്ടു പോകുന്ന ഒരു ചോദ്യം ഇവിടെ വരുന്നില്ല. അത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. പടക്കളത്തിൽ നിന്നിട്ടാണ് യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ എന്ന അർജുനൻ പറഞ്ഞത്. അപ്പോൾ ആയാതാസു ഗതാസു ശൈശവമുഖാവസ്ഥാസു ജാഗ്രന്മുഖാസു അന്യാസ്വപ്യഖിലാസു വൃത്തിഷു ധിയോ ദുഷ്ടാസ്വദുഷ്ടാസ്വപി. ഈ ആത്മാവിനെ ചൂണ്ടിക്കാണിക്കാൻ പല വിധത്തിലുള്ള വിവരണങ്ങളാണ്. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. ഓരോരുത്തരും പറഞ്ഞത് കേൾക്കൂ. ആയാതാസു ഗതാസു, ആയാതാസു വന്നു ചേർന്നു, ഗതാസു പോയി, ശൈശവമുഖാവസ്ഥാസു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ശൈശവത്തിൽ നിന്ന് തുടങ്ങി ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇങ്ങനെ ഓരോ ദശയും വന്നു പോയി. ശരീരത്തിൽ മാത്രമാണോ ഇങ്ങനെ വന്നു പോകുന്നത്? അല്ല. ഉൾമണ്ഡലത്തിലേക്ക് പ്രവേശിക്കൂ. അവിടുത്തെ സ്ഥിതി എന്താ? ജാഗ്രന്മുഖാസു. നമുക്ക് 3 വിധത്തിലുള്ള അവസ്ഥയാണ്. ജാഗ്രത, ഉണർന്നിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സുഷുപ്തി, ഉറക്കം. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് സ്വപ്നം. ഇത് 3ഉം മനസ്സിൻ്റെ അവസ്ഥകളാണ്. അപ്പം ശരീരത്തിൽ പല ദശകളും വന്നു പോകുന്നു. മനസ്സിനാകട്ടെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബുദ്ധിയുടെ മേഖലയിൽ എന്താ? അന്യാസ്വപ്യഖിലാസു വൃത്തിഷു ധിയോ ദുഷ്ടാസ്വദുഷ്ടാസ്വപി. നമ്മുടെ ബുദ്ധിവൃത്തിയിൽ, ആലോചനാ മണ്ഡലത്തിൽ ദുഷ്ടങ്ങളും പ്രദുഷ്ടങ്ങളുമായിരിക്കുന്ന പല തരത്തിലുള്ള വൃത്തികളും ആലോചനകളും വരുന്നുണ്ട്. ഈ പൊട്ട വിചാരമൊക്കെ എവിടുന്നാ വരണേ? മനുഷ്യബുദ്ധിയിൽ നിന്ന്. നല്ല വിചാരങ്ങളോ അതും അവിടുന്ന് തന്നെയാണ്. നമ്മുടെ നിഷ്ഠുരന്മാർ, ഭീകരന്മാർ ആ ഭീകരവാദം എവിടുന്നാ വരണത്? ഇപ്പം നമുക്ക് പലരും ജനങ്ങളെ കൊന്ന് അധികാരം കയ്യിലാക്കാമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന കൂട്ടരും ഉണ്ട് അവിടെ. പ്രദുഷ്ടമായ വൃത്തി നമ്മുടെ ബുദ്ധി തൊടുത്തു വിടുന്നതാണ്. ശുഭവൃത്തി, നല്ല വൃത്തിയും ബുദ്ധി തൊടുത്തു വിടുന്നതാ. അങ്ങനെ അന്യാസ്വപ്യഖിലാസു വൃത്തിഷു ധിയോ ദുഷ്ടാസ്വദുഷ്ടാസ്വപി. ഇതിലെല്ലാറ്റിലും അനസ്യൂതം പരിലസിക്കുന്ന ഒരു സാധനമുണ്ട്. പരിവർത്തനപ്പെടാതെ ഗംഗാഭംഗ പരമ്പരാസു ജലവത് സത്താനുവൃത്ത ആത്മനഃ. ഈ ഗംഗയിൽ അങ്ങനെ അലയടിച്ച് ശബ്ദത്തോടു കൂടി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. വെള്ളം ഒഴുകി ഇങ്ങനെ പോണു. ആ ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ പതയുണ്ടാവും, അലകളുണ്ടാവും, കുമിളകളുണ്ടാവും, പല വിധത്തിലുള്ള നേരം പോക്കുകൾ, ചുഴികളൊക്കെ ഉണ്ടാവും. അതിലെല്ലാറ്റിലും തന്നെ ജലവത്, ഇതെല്ലാം ഇതിന് കാരണമായി അധിഷ്ഠാനമായിരിക്കുന്ന ഒന്നുണ്ടല്ലോ. അതുപോലെ സത്താനുവൃത്ത ആത്മനഃ. ഈ ശരീരത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ, മനസ്സിൻ്റെ അവസ്ഥാഭേദങ്ങൾ, ബുദ്ധിയുടെ ഭാവഭേദങ്ങൾ, ഇതിലെല്ലാറ്റിലും ഗംഗാജലം പോലെ ഇരിക്കുന്ന ഒരു സത്തുണ്ട്. സത്താനുവൃത്താത്മനഃ. അതാണ് ഈ ആത്മതത്വം. തിഷ്ഠത്യേവ സദാ. എപ്പോഴും അതവിടെ പരിലസിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. എങ്ങനെ? സ്ഥിരമായി. ആ പരിലസനത്തിൻ്റെ ലക്ഷണമോ പ്രകടനമോ എന്താ? അഹമിത്യേകാത്മത. അഹമിത്യേകാത്മത. ഞാൻ. ആ ഞാൻ ദുഃഖിച്ചു, സുഖിച്ചു, ഉറങ്ങി, സ്വപ്നം കണ്ടു, എഴുന്നേറ്റു, ചെറുപ്പമായിരുന്നു, വളർന്നു, യുവാവ്, വൃദ്ധൻ, ഇതൊക്കെ ഞാനാണ്. ആ ഞാനൊരു മാറ്റവും ഇല്ല. അഹമിത്യേകാത്മത സാക്ഷിണ. ഈ വന്നു പോകുന്നതിന് മുഴുവൻ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അതിലൊരു മാറ്റവും ഇല്ല. കുട്ടിക്കാലത്ത് നാം പറഞ്ഞ അതേ ഞാനാണ് വാർദ്ധക്യത്തിലും നാം പറയുന്ന ഞാൻ. ഒരു വ്യത്യാസവും ഇല്ല. ഈ മാതിരിയുള്ള ആത്മവിചാരം തൊടുത്തുവിടുന്നതാണ് നമ്മുടെ ഭക്തിയും സ്തുതിയും ഗാനങ്ങളുമെല്ലാം. പല ഭക്തന്മാർക്കും ഒരു പക്ഷേ ഈ ആത്മജ്ഞാനം അതൊരു പക്ഷേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ താല്പര്യവുമില്ല. സ്തുതിച്ച് ഭഗവാനെ അങ്ങനെ മകിഴ്ന്നുകൊണ്ട് കഴിയാനാണ് അവർക്കിഷ്ടം. അറിവുള്ള ഭക്തന്മാരുണ്ടല്ലോ, അവരൊരിക്കലും വിടില്ല. ശങ്കരാചാര്യൻ പല സ്തുതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ദക്ഷിണാമൂർത്തി അഷ്ടകം വളരെ വിശേഷപ്പെട്ടതാണ്. ആ ദക്ഷിണാമൂർത്തി അഷ്ടകത്തിലൂടെ ദക്ഷിണാമൂർത്തിയെ അദ്ദേഹം സ്തുതിക്കുന്നുണ്ടെങ്കിലും ആ സ്തുതിയിൽ പറയുന്നത് മുഴുവനും ആത്മതത്വങ്ങളാണ്.
അതിൽ ഒരു ശ്ലോകം ഞാൻ പറയാം, കേട്ടോളൂ. ബാല്യാദിഷ്വഭിജാഗ്രദാദിഷു തഥാ സർവാസ്വവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഈ 8 ശ്ലോകത്തിലും അവസാനത്തത് ഒരേ വരിയ, തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തിക്കുള്ള നമസ്കാരമാണ്, പരമഗുരുവായിരിക്കുന്ന ദക്ഷിണാമൂർത്തിക്കുള്ള നമസ്കാരം ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്ന ആശയം എന്താണെന്നറിയോ? ബാല്യാദിഷ്വഭി, ബാല്യം മുതലായിട്ടുള്ള അവസ്ഥ, ജാഗ്രതാദിഷു തഥാ, ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥ, തഥാ സർവാസ്വവസ്ഥാസ്വഭി, ഇനി ബുദ്ധിക്ക് പറഞ്ഞ മാതിരി ബുദ്ധിയുടെ അവസ്ഥാഭേദങ്ങൾ, വ്യാവൃത്താസ്വനുവർത്തമാനമഹമിത്യന്തഃസ്ഫുരന്തം സദാ. ഈ അവസ്ഥകളുടെ ഉള്ളിൽ ഇവയെല്ലാം ഉണർന്നുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, സാക്ഷിയായി അനുഭവിച്ചുകൊണ്ട്, വന്നു പോയി വരുന്നു പോകുന്നു എന്നിങ്ങനെ നമ്മളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സാക്ഷി രൂപത്തിൽ അനുവർത്തമാനം, എല്ലാ അവസ്ഥകളെയും അനുവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുണ്ട്. അതാണ് വാസ്തവത്തിൽ ആത്മാ. ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയാണത്രേ ഭജിക്കുന്നവർക്ക് ആര്? ദക്ഷിണാമൂർത്തി. എങ്ങനെ? യോ മുദ്രയാ ഭദ്രയാ, ജ്ഞാനമുദ്ര കൊണ്ട്, ആ ജ്ഞാനമുദ്ര കൊണ്ട് പ്രകടമാക്കി അങ്ങോട്ട് പറയുകയാണ്. ഈ 2 2 എന്നുള്ളത് പോയി ഒന്നായിത്തീരണം, ഒന്നായിത്തീരണം. പുറത്തേക്കുള്ള ആ പ്രകടനമുണ്ടല്ലോ, ആ പ്രകടനം ഉള്ളിൽ നിന്നുള്ള എക്സ്പ്രഷൻ ആൻഡ് എക്സ്റ്റൻഷനാണ്. നമ്മുടെ ഉള്ളാണ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നത്. ആ പുറത്തേക്കുള്ള പ്രവാഹത്തിൽ നിന്നാണ് പുറം വസ്തുക്കളെ ഗ്രഹിച്ച് ഉള്ളിൽ തന്നെ പതിപ്പിക്കുന്നത്. അപ്പം ആ ഉൾപ്പതിപ്പ് മുഴുവൻ ഉള്ളു തന്നെ ചെയ്യുന്നതാണ്, അവിടെ പുറം വരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ഈ പുറമേക്കുള്ള ഓട്ടം നിർത്തി ഉള്ളിലേക്ക് പിൻവലിഞ്ഞ് ആ പുറത്തേക്ക് പോകുന്ന മനസ്സിനെ ആത്മാഭിമുഖമാക്കി ആത്മാവോടുകൂടി ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. അതാണ് നമുക്ക് ആവശ്യം. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഇപ്പൊ നമ്മൾ 20ാമത്തെ ശ്ലോകത്തോട് ബന്ധപ്പെടുത്തിയാണ് ഇത്രയും പറഞ്ഞത്. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അതുകൊണ്ട് അർജുന, ഭീഷ്മരോടുകൂടിയോ ദ്രോണനോടുകൂടിയോ ആരോടുകൂടി നീ യുദ്ധം ചെയ്യുന്ന സമയത്തും ഞാൻ കൊല്ലും, അവർ മരിക്കും, എന്നാൽ കൊല്ലപ്പെട്ടു, അവർ മരണപ്പെട്ടു എന്നുള്ള വിചാരം നിന്റെ മനസ്സിൽ വരരുത്. ഇത് ശാരീരികം ഇന്ദ്രിയ തലത്തിൽ നടക്കുന്നതാണ്. ആ ഇന്ദ്രിയ തലം മുഴുവനും പരിവർത്തനശീലമാണതിന്. അത് മാറാതെ ഇരിക്കില്ല. ആ മാറ്റത്തിൽപ്പെട്ടതാണ് ജനനം, അതിൽപ്പെട്ടതാണ് വർധന, അതിൽപ്പെട്ടതാണ് ക്ഷയം, അതിൽപ്പെട്ടതാണ് നാശം. അത് അതിൻ്റെ പാട്ടിൽ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിലൊരു സത്യമുണ്ട്, അത് അവിനാശിയാണ്, അവിനാശിയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നത് നശ്വരവും ബുദ്ധി കൊണ്ട് ഉള്ളിൽ ഗ്രഹിക്കുന്നത് അവിനാശിയും. അപ്പം ആ നശ്വര ബോധത്തിനൊരു പരിഹാരം വരണമെങ്കിൽ അവിനാശി സാക്ഷാത്കാരം തന്നെ വേണം, വേറെ ഒരു വഴിയില്ല. ഓടുന്ന വണ്ടിയിൽ അപകടം കൂടാതെ ഇരിക്കണമെങ്കിൽ എന്തു വേണം? ഓടാതെ നമ്മൾ ഉറച്ചിരിക്കുന്ന ഒരു സീറ്റിൽ പതിഞ്ഞിരിക്കണം. അതേമാതിരി നശ്വര ലോകത്തിൽ വാഴാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അനശ്വരം എന്ന് പറയുന്ന കസേരയിൽ ഉറച്ചങ്ങോട്ട് ഇരിക്കുക. ആ നശ്വരത ഇങ്ങനെ ഓടിക്കോട്ടെ, ഓടിക്കോട്ടെ. അപ്പം നിനക്ക് വന്നിട്ടുള്ള വിഷമത്തിന് പരിഹാരം എന്താ? പടക്കളം വിട്ട് സന്യാസിയായി ഭിക്ഷ യാചിച്ചുകൊണ്ട് പോകലല്ല അർജുന. നേരെ മറിച്ച് വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. ആവശ്യം അറിവാണ്. നീ എന്നോട് ചോദിച്ചുല്ലോ, എന്ത്? യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ. ദാ ഉറച്ചു പറയുന്നു,
ഈ ആത്മാവിനെ അറിയണതാണ് നിനക്ക് ആവശ്യം. പടക്കളം വിട്ടു പോണതല്ല, ചൊരക്ക കയ്യിലെടുത്ത് ഭിക്ഷ യാചിക്കുന്നതല്ല, അമ്പും വില്ലും താഴത്ത് വയ്ക്കുന്നതല്ല. നിനക്ക് വന്നിട്ടുള്ളത് മോഹമാണ്, ഭ്രമമാണ്, ബലഹീനതയാണ്. അതിനുള്ള കാരണം തെറ്റിദ്ധാരണയാണ്. നിന്റെ ദൃഷ്ടിയിൽ ശരീരം മാത്രമേ ഉള്ളൂ, മനസ്സും ബുദ്ധിയും മാത്രമേ ഉള്ളൂ. ഇവയെല്ലാം താണ്ടിക്കടന്ന് കവച്ചു വെച്ച ഉൾത്തലത്തിൽ അനശ്വരമായ ഒരു ആത്മപ്രകാശം, ഒരു ആത്മതലമുണ്ട്, നീ അറിയുന്നില്ല. അതറിഞ്ഞാൽ മാത്രമേ നിന്റെ മനസ്സ് നിശ്ചലമാകൂ, ബുദ്ധിക്ക് തെളിച്ചമുണ്ടാവൂ. ഉറച്ച ബോധം, ഒരു സ്ഥിരബുദ്ധി, സ്ഥിതപ്രജ്ഞനാവണമെങ്കിൽ ഈ ആത്മാവിനെ അറിയണം. ഈ ആത്മാവ് വിശേഷപ്പെട്ട ഒരു വസ്തുവല്ല. ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ഉൾപ്പൊരുളാണത്. ആ ഉൾപ്പൊരുളിനെ എങ്ങനെ മനസ്സിലാക്കണം? വേദ അവിനാശിനം നിത്യം ഏനം അജം അവ്യയം. ഓരോ വിശേഷണ ശബ്ദങ്ങളാണ് പറയുന്നത്. ആത്മാവിനെ കുറിച്ച് മനനം ചെയ്യാൻ നമുക്ക് പടമില്ല, ചിത്രമില്ല, അതിന് സാമ്പിളില്ല, ഇലക്ട്രോണിക് മീഡിയം ഇല്ല. നമ്മൾ എന്തു വേണം? അതിൻ്റെ ലക്ഷണങ്ങളോടുകൂടി ചിന്തിച്ചു നോക്കണം. ഈ ലോകവസ്തുക്കൾ മുഴുവൻ നശ്വരമാണ്, വിനാശിയാണെങ്കിൽ ആത്മാ അവിനാശിയാണ്. ഒരു വൃത്തമുണ്ട്, വലിയൊരു വൃത്തം. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾപ്പെടുന്ന ഒരു വൃത്തം നിങ്ങൾക്ക് വരയ്ക്കാം. പക്ഷെ അത് വൃത്തമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ്, ഒരു സെൻറ്ററിൽ നിന്നാണ്. ആ സെൻറ്ററിൽ നമുക്ക് കയ്യിൽ കിട്ടിയാൽ ആ വൃത്തത്തിനെ ഇനിയും വലുതാക്കാം, എത്രയും ചെറുതാക്കുകയും ചെയ്യാം. ആ സെൻറ്റർ ഒരൊറ്റ പോയിൻ്റേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊന്നും സെൻറ്ററല്ല. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും സ്പന്ദിക്കുന്നത് ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ്, അവിനാശി. അതിനെ മനസ്സിലാക്കൂ. വൃത്തം മുഴുവനും ഉണ്ടായിട്ടുള്ളത് സെൻറ്ററിൽ നിന്നാണ്. വേദാവിനാശിനം നിത്യം, അതാണ് എന്നും നിലനിൽക്കുന്നത്. ശരീരം നിലനിൽക്കില്ല, മനസ്സ് നിൽക്കില്ല, ബുദ്ധി നിൽക്കില്ല, ശരീര അവസ്ഥകൾ നിൽക്കില്ല, പ്രപഞ്ചത്തിലുള്ള ഒരു ഭൗതിക പൊരുളും നിൽക്കില്ല. ഇത് മാത്രമേ നിത്യമായിട്ടുണ്ടാവുള്ളൂ. അജം, ഇത് പിറക്കാത്തതാണ്. നീ ഇവിടെ മരിക്കൂലോ കൊല്ലൂലോ എന്ന് പറയുന്നത് പിറന്നു വളർന്ന ശരീരങ്ങളെ ചൊല്ലിയാണ്. എന്നാൽ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മാ ജീവനുണ്ടല്ലോ, അത് അജനാണ്, ജനിക്കാത്തതാണ്, അവ്യയം. അതിനൊരു കാലത്തും തേമാനമില്ല. ഈ ഉള്ളിലുള്ള ഉൾപ്പൊരുളിനെ അവിനാശിയും നിത്യവും അജവും അവ്യവുമായി നീ മനസ്സിലാക്കി കഴിഞ്ഞവന് പിന്നെ ജീവിത പ്രശ്നങ്ങളില്ല. കഥം സ പുരുഷ പാർത്ഥ, ഇത് അറിഞ്ഞു കഴിഞ്ഞ ആ പുരുഷനുണ്ടല്ലോ, എങ്ങനെയാണ് എൻ്റെ പാർത്ഥ പൃഥാപുത്ര കം ഘാതയതി ഹന്തികം, ആ ആള് ആരെയാണ് കൊല്ലൂ എന്ന് ആരോടാ പറയുക? ഇപ്പൊ ഞാനാണ് നിന്നോട് പറയുന്നത് തസ്മാത് യുദ്ധസ്വ, അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ പടപൊരുതൂ, കൊല്ലേണ്ടവരൊക്കെ കൊല്ലൂ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് പാപമേശാൻ പോകുന്നില്ല. കാരണം ഞാൻ ഈ അവിനാശിയും നിത്യവും അജനും അവ്യയവുമായിരിക്കുന്ന ആത്മാവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. ആ ആത്മബോധം ഇല്ലാത്തതിനാലാണ് അർജുന നിനക്ക് വിഷമവും ഈ ഊഞ്ഞാലാട്ടവുമൊക്കെ. അത് മനസ്സിലാക്കുന്നതാണ് ഇതിന് പരിഹാരം. കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. ലോകത്തിൽ പടക്കൊതിയന്മാർ, യുദ്ധക്കൊതിയന്മാർ എത്രത്തോളം കാലമുണ്ടോ ഇവിടെ യുദ്ധവും നടക്കും. യുദ്ധം ചെയ്യണം എന്നുള്ള ടെൻഡൻസീസ്, പ്രേരണ ഉള്ളിടത്തോളം കാലം ഇവിടെ യുദ്ധം നടക്കാതെയിരിക്കില്ല. പടക്കോപ്പുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ, തൊഴിൽശാലകൾ എത്രയുണ്ടോ അവർ പടക്കോപ്പ ഉണ്ടാക്കുക. അത് വാങ്ങാനും ആളുണ്ടാവും, പ്രയോഗിക്കാനും ആളുണ്ടാവും. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രയോഗം ശരിയാ. കയ്യിൽ വടിയെടുത്ത് കൊടുത്താൽ അടിക്കുന്നുള്ളത് തീർച്ചയാണ്. വടി വേണ്ട എന്ന് തോന്നണം നമുക്ക്, അപ്പം അടി ഉണ്ടാവില്ല. അന്താരാഷ്ട്ര നിലവാരത്തിൽ പല മതമേലാളന്മാർക്ക് പോലും ഫാക്ടറി ഉണ്ട് അത്രേ. എന്ത് അമ്യൂണിഷൻ ഫാക്ടറി എന്നൊക്കെ പറയുന്നത്, അങ്ങനെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ക്ഷാത്ര തേജസ് പ്രകൃതി വിശേഷം പ്രേരണ എത്രത്തോളം കാലം ജനങ്ങളിലുണ്ടോ ഇവിടെ അടിയും പിടിയൊക്കെ നടക്കും. അത് നടക്കാതെ ഇരിക്കണമെങ്കിൽ എന്തു വേണം? ഈ പ്രേരണ തന്നെ ഇല്ലാതെ ആവണം. ഈ പ്രേരണ വാസ്തവത്തിൽ പ്രകൃതി തൊടുത്തുവിട്ടതാണല്ലോ. ആ പ്രകൃതി തൊടുത്തുവിടുന്ന ഈ പ്രേരണയെ നമ്മളാരെങ്കിലും തടുത്തു നിർത്താൻ പറ്റുമോ? പുരുഷ സ്ത്രീ പ്രജകൾ ലോകത്തിൽ ജനിക്കുന്നു. എന്താ കാരണം? പ്രകൃതിയുടെ സംവിധാനത്തിൽപ്പെട്ടതാ. അതുപോലെയാണ് ഈ ഭൂമുഖത്തെ എത്ര ജീവജാലങ്ങളാ. ഇത് നിങ്ങളോ ഞാനോ ഉണ്ടാക്കിയതാണോ? പ്രകൃതിയുടെ സംവിധാനമാണ്, ആസൂത്രണമാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇത് മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആവശ്യം. ആ
ആ മനസ്സിലാക്കുന്നതിൽ ഞാൻ ഒരാളെ കൊല്ലിക്കുന്നു, ഞാൻ ഒരാളെ കൊന്നു എന്നുള്ള രണ്ട് വിചാരവും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവും. മനസ്സാണ് അജ്ഞാനം കൊണ്ടും അവിവേകം കൊണ്ടും അപൂർണ ജ്ഞാനം കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും ഇങ്ങനെ ഘാതക ബോധം, കൊല്ലിക്കുന്നു എന്നുള്ള ബോധം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നതാണ്. അത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ആത്മബുദ്ധി, ആത്മസാക്ഷാത്കാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇതാണല്ലോ ആദ്യം പറഞ്ഞത്. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതാഹ ആത്മബുദ്ധിയുള്ളവർ പ്രാണൻ പോയവരെക്കുറിച്ചും പോകാത്തവരെക്കുറിച്ചും അവർ ദുഃഖിക്കില്ല. നിന്റെ ദുഃഖത്തിന് പാത്രമായി ഞാൻ ഒരാളെയും ഇവിടെ കാണുന്നില്ല അർജുന. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ കൂർത്തു മൂർത്ത ശരങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറായി വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. അവിടെ അവർക്കൊരു ക്ലിയറൻസ് കൊടുക്കേ വേണ്ടൂ. 1 2 3 ടപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പിറുപിറുപിറുന്നിനെ അമ്പങ്ങോട്ട് പ്രയോഗിക്കാൻ പോവുക. അവർ അതിന് തയ്യാറായി വന്നവരാ. അവർ ദാക്ഷിണ്യം ആവശ്യപ്പെടുന്നില്ല, പടപുരുതാണ് വേണ്ടത്. കൃഷ്ണൻ കർണനോട് പോയി സംസാരിച്ചപ്പോൾ കർണൻ എങ്ങനെയാ പറഞ്ഞ് അവസാനിപ്പിച്ചത്? കൃഷ്ണ, എന്നോട് അത് ഇതൊന്നും പറയണ്ട, ബാക്കി 4 സഹോദരന്മാർ ഞാൻ വിടാം. അർജുനോട് കപിധ്വജവുമായി തേരാളി കൃഷ്ണനുമായി എത്രയും വേഗം എന്നോട് പടപൊരുതാൻ വരാൻ പറയൂ എന്നല്ലേ പറഞ്ഞയച്ചത്. ആരാ അവിടെ യുദ്ധം ചെയ്യണ്ടെന്ന് പറയുന്നവര്? നീ ഒരുത്തനേ ഉള്ളൂ. അത് പറയണത് എന്തുകൊണ്ടാ? കാർപ്പണ്യദോഷം കൊണ്ടാണേനും. അത് പോകണം എന്നുണ്ടെങ്കിൽ സർവധർമ്മങ്ങളുടെയും ഉറവിടമായ ആത്മതലമുണ്ടല്ലോ, ആ ആത്മാവിനെ വേണ്ടതുപോലെ അറിയണം. അതാണ് ആവശ്യം. വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതി ഹന്തികം. അവൻ ആരെ കൊല്ലും ആരെ കൊല്ലിക്കും എന്നിങ്ങനെ യുദ്ധഭാഷ ഉപയോഗിച്ച് സംസാരിക്കുന്നത് രംഗമതായതുകൊണ്ടാണ്. ഇതിനെ വിപുലീകരിച്ച് നിങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ തുറകളിലേക്കും വ്യാപിപ്പിക്കണം. ആ ആള് എങ്ങനെ സംസാരിക്കും, ആ ആൾ എങ്ങനെ ഭരിക്കും, ആ ആൾ എങ്ങനെ കൊടുക്കും, ആ ആൾ എങ്ങനെ മേടിക്കും, ആ ആൾ എങ്ങനെ ജീവിക്കും, ജീവിക്കാതെ ഇരിക്കും, ഇങ്ങനെ എല്ലാ തുറകളിലേക്കും ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങൾ പറയേണ്ടി വരും. ഒരമ്മ പറയാണ്, ഞാൻ ഗർഭം ധരിച്ചു, പെറ്റു, വളർത്തി, കൊണ്ടുവന്നു നിന്നെ എന്ന് പറയുമ്പോൾ അത് വാസ്തവല്ല. ആ അമ്മ ഒന്നും ചെയ്തിട്ടില്ല. ആ അമ്മയ്ക്കൊരു സ്ത്രീ പ്രകൃതി ഉണ്ടായിരുന്നു, കല്യാണം കഴിച്ചു, അതിനുള്ള വ്യവസ്ഥയും ലോകത്തിലുണ്ട് പ്രകൃതിയുടെ. അങ്ങനെ 2 പേര് ദാമ്പത്യ ജീവിതം നയിച്ചു. അതിൻ്റെ ഫലമായി ഗർഭാധാനം നടന്നു. ആ ഗർഭത്തിൽ കുട്ടി വളർന്നു. വളർച്ച മുഴുവനായപ്പോൾ അത് പ്രസവവേദനയോടുകൂടി പുറത്തു വന്നു. ആ പുറത്തു വന്ന കുട്ടിക്ക് ഭക്ഷണം വേണം. ഈ ആരുടെ വയറ്റുനിന്ന് വന്നു ആ ആളല്ലാണ്ട് പിന്നെ വേറെ ആരാ കൊടുക്കുക? ഇനി വല്ലവരും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുത്താൽ അവർ കൊണ്ടുപോയി നോക്കിക്കോളൂ. അങ്ങനെയുള്ള കേസസും ഉണ്ട്. ഇതൊക്കെ ഒരു പ്രകൃതിയുടെ സംവിധാനം ആസൂത്രണത്തിൽ നടന്നു പോകുന്നതാണ്. അതിൽ ഒരാളും ഇടയിൽ കയറി ഞാൻ കൊടുത്തു, ഞാൻ മേടിച്ചു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്യിപ്പിക്കും, ഇതൊന്നും പറയാൻ പോണ്ട. അപ്പൊ ഈ പറയുന്നത് മുഴുവൻ അബദ്ധമാണ്, അന്യായമാണ്, അയുക്തമാണ്. സത്യം എവിടെ കിടക്കണു? വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം. മനുഷ്യനായി പിറന്നാൽ ഈ അവിനാശിയും നിത്യവും അജവും അവ്യവുമായിരിക്കുന്ന ആത്മാവ് മനസ്സിലാക്കണം. അതിനാണ് മനുഷ്യജന്മം. അത് മനസ്സിലാക്കാത്ത ഒരു വർത്തമാനവും നിങ്ങൾ പറയണ്ടെന്നാ പറയുന്നത്. അപ്പൊ മനുഷ്യന് എവിടെ ദുഃഖമുണ്ടോ, എവിടെ സംശയമുണ്ടോ, എവിടെ ഭ്രമമുണ്ടോ, എവിടെ മോഹമുണ്ടോ, ആ മോഹത്തിന് കാരണം പുറം വസ്തുവോ പുറം സംഭവമോ പുറം ചുറ്റുപാടോ ആണ് എന്ന് വിചാരിക്കരുത്. ഭ്രമത്തിനും മോഹത്തിനുമെല്ലാം കാരണം അവനവൻ്റെ മനസ്സാണ്. ആ ഭ്രമവും മോഹവും പോയി ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ആത്മാവിനെക്കുറിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് സാക്ഷാത്കരിച്ചേ പറ്റൂ. ആ ആത്മജ്ഞാനത്തിൽ മനുഷ്യജീവിതം മുടിഞ്ഞു, സഫലമായി, സൗഭാഗ്യം നിറഞ്ഞു, തികഞ്ഞു, മനുഷ്യൻ പൂർണ്ണനായി. പര്യാപ്ത കാമസ്യ കൃതാത്മനസ്തു ഇഹൈവ സർവേ പ്രവിലീയന്തി കാമാഹ. ആ ആത്മലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള ആശകൾ മുഴുവൻ എന്നേക്കുമായി പമ്പ കടക്കും. ഭാഗവതം എന്താ പറയണത്? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യജീവിതം മുഴുവനും 3 വിധത്തിലുള്ള താപം അടിച്ചേൽപ്പിക്കുന്നതാണ്. ആധ്യാത്മിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, ആധിദൈവിക ദുഃഖം.
ഈ 3 ദുഃഖത്തിന് വിധേയമാകാത്ത ഒരു മനുഷ്യജന്മവുമില്ല. ആ ആള് രാജാവാകട്ടെ, ചക്രവർത്തിയാകട്ടെ, പടയാളിയാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, ആരായാലും കൊള്ളാം, താപത്രയത്തിന് വിധേയമാകാതെ മനുഷ്യജന്മമില്ല. ആ താപത്രയം ഉന്മൂലനം ചെയ്യാൻ എന്തു വേണം? വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ വിവരിക്കുന്ന വാസ്തവമുണ്ടല്ലോ, ആ വാസ്തവത്തെ വേദ്യം മനസ്സിലാക്കണം. ആ വാസ്തവം എങ്ങനത്തതാ? ശിവദം, മംഗളം പ്രദാനം ചെയ്യുന്നതാണത്. അതിൽ നിന്ന് മാത്രമേ സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരു നിലയുണ്ടാവുള്ളൂ. സുഖം ആശരൂപത്തിലും ദുഃഖം വെറുപ്പ് രൂപത്തിലും നമ്മുടെ മനസ്സിനെ അലട്ടാതെയിരിക്കണം, ക്ഷോഭിപ്പിക്കാതെയിരിക്കണം എന്നുണ്ടെങ്കിൽ വാസ്തവമായ വസ്തുവെ മനസ്സിലാക്കണം. അപ്പൊ അറിവ് കൊണ്ട് മാത്രമേ താപത്രയം നീങ്ങുള്ളൂ. അറിവ് കൊണ്ട് മാത്രമേ സംശയം തീരൂ. അറിവ് കൊണ്ട് മാത്രമേ ഭ്രമമോഹങ്ങൾ നീങ്ങൂ. അതിനെ മനസ്സിലാക്കുന്നതാണ് ആവശ്യം. നീ ചോദിച്ചുല്ലോ ശ്രേയസ് ശ്രേയസ്. ആ ശ്രേയസ്സാണ് ഞാൻ പറയുന്നത്. ആത്മജ്ഞാനം കൈക്കലാക്കുന്നതിലാണ് മനുഷ്യന് ശ്രേയപ്രാപ്തി ഉണ്ടാകുന്നത്. വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ഭഗവത്ഗീത എന്ന് പറയുന്നുണ്ടല്ലോ, 18 അധ്യായങ്ങളാണതിൽ. ആ 18 അധ്യായത്തിനും ഓരോരോ യോഗം എന്നാണ് ഓരോ അധ്യായത്തിനും പേര്. അപ്പൊ 18 യോഗനാമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശേഷപ്പെട്ട ഒരു യോഗ സമുച്ചയമാണ്, സിദ്ധാന്ത സമുച്ചയമാണ് ഭഗവത്ഗീത എന്ന് പറയാം. അതിൽ പ്രധാനമായും അവതരിപ്പിക്കുന്നത് ആത്മതത്വ സിദ്ധാന്തമാണ്. അതാണല്ലോ സാഖ്യം, ഉപനിഷത് വിദ്യ, പരമാത്മവിദ്യ, പരബ്രഹ്മവിദ്യ എന്നുള്ള പേരിൽ ആ ദുഃഖം നീങ്ങാൻ വേണ്ടി ആദ്യം പറഞ്ഞു കൊടുത്തതാ. കരഞ്ഞുകൊണ്ടിരുന്ന അർജുനൻ, ദുഃഖത്താൽ ശരീരം ചുട്ടുനീറിക്കൊണ്ടിരുന്ന അർജുനൻ, ആ അർജുനന്റെ മനസ്സ് തണുപ്പിക്കാൻ ലോകത്തിൽ ഒന്നുമില്ല. ഐസും ഇല്ല, മഞ്ഞും ഇല്ല, കൊക്കോക്കോലയും ഇല്ല, ഒന്നുമില്ല. തണുപ്പിക്കാൻ ഒന്നേ ഉള്ളൂ. ആ മനസ്സിനെ കവച്ചു വെച്ച് മനസ്സിനെ പോലും ഗ്രസിക്കാൻ സാധിക്കുന്നതായ പരമാത്മ പ്രകാശം. ആ പ്രകാശം തീപ്പെട്ടി കൊളുത്തിയിട്ടോ ഇലക്ട്രിക് ലാമ്പ് ജ്വലിപ്പിച്ചിട്ടോ ഉണ്ടാവേണ്ട പ്രകാശമല്ല, അത് ജ്ഞാനപ്രകാശമാണ്. ആ പ്രകാശം ബുദ്ധിയിലാണ് ഉദിക്കുക. അപ്പൊ ബുദ്ധിയെ തട്ടി ഉണർത്തി അതിനെ പ്രബുദ്ധമാക്കി തീർക്കണം. ആ പ്രബുദ്ധമാക്കാനുള്ള വഴി ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. ജ്ഞാനം എന്ന് പറയുന്ന ആ ആശയമുണ്ടല്ലോ, ആ ആശയത്തെ വെളിപ്പെടുത്തുന്ന ശബ്ദങ്ങളും വിവരണങ്ങളും പദങ്ങളും വാക്യങ്ങളും ഉദ്ധരണികളും എല്ലാമായി ചെവിയുടെ ഉള്ളിൽ കൂടി അകത്ത് പ്രവേശിച്ച് മസ്തിഷ്കത്തെയും മാറിടത്തെയും നല്ല പോലെ സംശുദ്ധമാക്കി പ്രകാശിപ്പിക്കണം. അതൊരൊറ്റ വഴിയേ ഉള്ളൂ. അങ്ങനെ എല്ലാറ്റിനും പ്രകാശിപ്പിക്കാൻ സാധിക്കുമെങ്കിലും ജ്ഞാനത്തിനെ പോലെ പ്രകാശം ഒന്നിനും കൊടുക്കാൻ സാധിക്കില്ല. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ എന്ന് കൃഷ്ണൻ പിന്നീട് പറയാൻ പോണു. പവിത്രത വരണമെങ്കിൽ ജ്ഞാനത്തിന് മാത്രമേ ഒരാളെ പവിത്രമാക്കാൻ പറ്റുള്ളൂ. പാപം വരുമല്ലോ എന്ന് പേടിച്ച് ഭ്രമിച്ച് മോഹിച്ചിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയാണ്, നായം ഹന്തിന ഹന്യതേ. ഈ ലോകം എന്ന് പറയുന്നത് അവിനാശിയായ പരമാത്മാവിൻ്റെ പൂർണ്ണ പ്രകടനമാണ്. ആ പ്രകടനത്തിൽ ഒരു തരത്തിലും നാശത്തിന് സാധ്യതയില്ല. നാശമുണ്ടെങ്കിൽ തന്നെ അത് ഒരു തരത്തിലുള്ള പ്രതീതിയോ പ്രതിഭാസമോ ആണ്. കിടന്ന് ഉറങ്ങുന്ന ഒരാള് സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ തൻ്റെ കഴുത്ത് വെട്ടിയെന്ന് സ്വപ്നം കണ്ടിട്ട് എണീക്കുമ്പോൾ കഴുത്തും ഉണ്ട്, വെട്ടലുണ്ടായിട്ടുമില്ല. അതെങ്ങനെയാത്? കിടന്നുറങ്ങുന്ന ഒരാള് സ്വപ്നം കാണുകയാണ് എൻ്റെ കഴുത്ത് വെട്ടിയെന്ന്. അത് സ്വാനുഭവമാണ്. ജാഗ്രത അവസ്ഥയിൽ എങ്ങനെ ഒരു അനുഭവമുണ്ടോ അതേപോലെ ഒരു അനുഭവമാണല്ലോ സ്വപ്നം. ഒരു വ്യത്യാസം മാത്രം, സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ആ അനുഭവം തീരെ മാഞ്ഞു പോണു. ജാഗ്രതയിൽ നിന്ന് ഉണരുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് രണ്ടാമത് ഉണരുമ്പോൾ ഒരിക്കലും ആ ജാഗ്രത സ്മരണ പോകുന്നില്ല. അത് നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഞാൻ മരിച്ചു എന്നൊരു അനുഭവം ഉണ്ടാക്കാൻ സാധിക്കും. അനുഭവം ഉണ്ടാക്കുമ്പോഴും ഈ ഞാൻ മരിക്കാതെ അവിടെ അവശേഷിക്കണു, തുടരണു എന്നുള്ളതാണ് സത്യം. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ പരമാത്മപ്രകാശം ജ്ഞാനരൂപത്തിൽ അർജുനനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ടാക്കുന്നതിൻ്റെ ഫലം നമ്മൾ കണ്ടു. എന്താ ഫലം കണ്ടത്? കണ്ണീര് പറ്റി. അർജുനൻ വളരെ ശ്രദ്ധയോടുകൂടി കാതു കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ കേട്ടുകൊണ്ടിരിക്കുന്ന അർജുനന് ഓരോന്നോരോന്നായിട്ട് പറയുന്നു. അങ്ങനെ ഈ പരമാത്മതത്വം പ്രതിപാദിക്കുന്ന സമയത്ത് അതോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പറയണം. അതുകൊണ്ട് വെറും പരമാത്മതത്വം അതേ രൂപത്തിൽ പറഞ്ഞു എന്നല്ല. ആ പരമാത്മതത്വം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിലും പരിഗണനകളിലും ചർച്ചകളിലും എല്ലാം തന്നെ അവസാനത്തെ പടിയാണ്. തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാഷ സർവമിതം വിഭാതി. ഒരു പരമപ്രകാശമുണ്ട്. ആ പ്രകാശത്തിൻ്റെ ചുവട് പിടിച്ച് പ്രകാശിക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും മിന്നലും എല്ലാം തന്നെ. ആ പരമപ്രകാശം അവിടെയുണ്ട്. അതോടൊപ്പം അതിൻ്റെ പക്കപാർശ്വങ്ങളിലായി മറ്റുള്ളതുമുണ്ട്. അപ്പം മറ്റുള്ളതിനെ പറ്റിയും പറയണം. അപ്പം ആ പ്രധാനപ്പെട്ട തത്വധാര അവതരിപ്പിച്ചിട്ട് പറയുകയാണ്. അപ്പം മനുഷ്യർക്ക് സംശയമുണ്ടാവും, ഓരോരുത്തരും ഇങ്ങനെ മരിക്കൂലോ. ആ മരണം എന്ന് പറയണത് എന്താ? മരിക്കുന്നതോടുകൂടി എല്ലാം അവസാനിച്ചോ? അവസാനിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? ആ സംഭവിക്കുന്നതിനെ സംബന്ധിച്ച വല്ല നിയമങ്ങളോ വ്യവസ്ഥകളോ ഉണ്ടോ? ഈ ഒരു ഭയവും ആശങ്കയും ഉത്കണ്ഠയും ഇല്ലാത്തവർ ലോകത്ത് കാണില്ല. അപ്പം അവർക്കെല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയ തരത്തിൽ ഈ പരമാത്മതത്വത്തെ കുറച്ചൊക്കെ വെള്ളം ചേർത്ത് പറയേണ്ട സന്ദർഭങ്ങളും വരും. അങ്ങനെ പറയുന്ന ഒരു വല്ലാത്തൊരു വിശേഷപ്പെട്ട ശ്ലോകമാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. എന്താ അവിടെ പറയണത്? ജീർണാനി വാസാംസി യഥാ വിഹായ. ജീർണപ്പെട്ട വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് എപ്രകാരമാണോ നാം പുതിയ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, നാം എത്ര കാലം ജീവിക്കും? ഏതാണ്ട് ദശാബ്ദങ്ങൾ ജീവിക്കും. ഇന്നത്തെ കാലത്ത് ഒരു 60, 70, 80, 90 വരെ ജീവിക്കുന്നവരുണ്ട്. ആവറേജ് ഒരു പക്ഷേ 70 75 വയസ്സായിരിക്കാം ഇപ്പോൾ ഇന്ത്യക്കാർക്ക്. മുമ്പൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ വയസ്സ് കൂടുന്നത് കൊണ്ട് എന്തു വന്നു? തൊന്തരവുണ്ട്. നമ്മുടെ കേരള സർക്കാർ അടക്കം ഞങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്നാണ് പറയണേ. പെൻഷൻ പദ്ധതിക്ക് പകരം ഞങ്ങൾ പുതിയ ഒരു ഫണ്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് പലിശ കിട്ടാവുന്ന തരത്തിൽ ക്രെഡിറ്റ് ചെയ്ത് ബാങ്കിനെ ഏൽപ്പിക്കാം എന്നുള്ള വർത്തമാനമാണ് ഇപ്പോൾ അവർ പറയണേ. എന്താ കാരണം? പെൻഷൻകാർക്ക് കൂടുതൽ ജീവിക്കണമെന്ന്. നമ്മുടെ സർക്കാർ പോലും പെൻഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എവിടെ പോയി ഈ കാര്യങ്ങൾ? അപ്പോൾ വാസ്തവത്തിൽ ഈ പഴയ വസ്ത്രം ഉപേക്ഷിക്കണ മാതിരി നമ്മുടെ ആത്മാവും പഴയ ശരീരത്തിന് ഉപേക്ഷിക്കണോ വേണ്ടയോ? ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇവരൊക്കെ എവിടെയാണ് ജീവിക്കുക? ഇപ്പം തന്നെ ജനസംഖ്യ കൂടുതലാണ്. മനുഷ്യർ മരിക്കാതെ ഒരു 10-20 വർഷവും കൂടി ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഇന്ത്യയിൽ സ്ഥലം ഉണ്ടാവുമോ? പിന്നെ ആരാ അമ്മ ഉണ്ണാൻ എന്താ ഉണ്ടാവുക? ഗോതമ്പും നെല്ലും ഒന്നും ഉണ്ടാവില്ല അവിടെ, മതിയാവാതെ വരും. അപ്പൊ ഇവിടെ പറയണു വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി. 60, 70, 80 വയസ്സ് ജീവിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര തവണ വസ്ത്രം മേടിച്ചിട്ടുണ്ടാവും? അത് കുറേ കാലം ഉടുത്തു കഴിഞ്ഞാൽ അതിന് പഴക്കം തട്ടും, വെറുതെ അങ്ങോട്ട് കീറി തുടങ്ങും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം ബനിയനൊക്കെ അവിടെ ഇവിടെ ഓട്ടയായ, ഇവിടെ മാജി പ്രത്യേകിച്ചും പറയാറുണ്ട്, അങ്ങനെ ഓട്ട വന്നു എന്ന് വെച്ചാൽ സ്വാമിജി അത് പിന്നെ ധരിക്കരുത്, അത് കീറി അങ്ങോട്ട് ഇട്ടേക്കും, അപ്പോഴേ മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ എന്ന്. അപ്പം ഞാൻ ചിലപ്പോൾ മനസ്സോടുകൂടി ഒന്ന് കീറി അവിടെ ഇടാറുമുണ്ട്. അപ്പം വസ്ത്രം ജീർണമാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്ത് സാധനവും ഉപയോഗിച്ചാൽ തേഞ്ഞു പോവും. പഴയ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ഗോവിന്ദൻ നായർ ഉണ്ടായിരുന്നു. അങ്ങോരുടെ കയ്യിലൊരു പിശാങ്കത്തി ഉണ്ട്. ആ പിശാങ്കത്തി, ഞാൻ കുട്ടിയാ, അപ്പം അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സായിട്ടുണ്ടാവും. എവിടെയെങ്കിലും സദ്യ ഉണ്ടെങ്കിൽ അദ്ദേഹം ഊണ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോകും. അദ്ദേഹം ആ സദ്യയിൽ ഊണ് കഴിക്കണ കണ്ടാൽ മനുഷ്യരെ അതിശയപ്പെട്ടു പോകും. ഒരാൾ 4-5 ദിവസം ഊണ് കഴിക്കുന്ന ഭക്ഷണം അദ്ദേഹം ഒരൊറ്റ ദിവസം കൊണ്ട് കഴിക്കും. സദ്യ അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെ വിശേഷപ്പെട്ട ഒരു ജഠരാഗ്നിയുള്ള വയറുണ്ടാവും. എന്ത് കഴിച്ചാലും കല്ലായാലും ദഹിക്കും എന്നുള്ള കൂട്ടരാ. ഒരു വലിയ ഭാഗ്യമാണെന്ന് വെച്ചോളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പിശാങ്കത്തി ഉണ്ട്. ആ പിശാങ്കത്തി ഇങ്ങനെ തേച്ച് ആ ഒരൊറ്റ പിശാങ്കത്തി മാറിയിട്ടില്ല. അതിനുള്ള വിശേഷം എന്താണെന്ന് വെച്ചാൽ ഒരു 3/4 ഇഞ്ചോ മറ്റും വീതി ഉണ്ടാവുമെന്ന് വെച്ചോളൂ. അതിങ്ങനെ തേച്ച് ഇങ്ങനെ മുറിച്ച് അതിൻ്റെ നടു മുഴുവനും കാവടി പോലെ ആയിക്കഴിഞ്ഞു. അങ്ങനെ ഒരു പിശാങ്കത്തി. ഞാൻ അതുപോലെ ഒരു പിശാങ്കത്തി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ? എല്ലാവരും ഉപേക്ഷിച്ച് അങ്ങോട്ട് കളയും. ഇങ്ങനെ ആയത് കാവടി പോലെ അതിൻ്റെ വായ ആയത് ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുമോ? അപ്പോൾ അങ്ങോരുടെ പിശാങ്കത്തി അത് വളരെ വിശേഷമാണ്. പഴയ കാലത്ത് ഇന്നത്തെ പോലെ പണവും വിഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു പിശാങ്കത്തി മേടിക്കണമെങ്കിൽ നല്ലോണം കാശ് ചിലവാക്കണം, അല്ലെങ്കിൽ കരുവാൻ്റെ അടുത്ത് പോകണം, ബുദ്ധിമുട്ടാണ്. അതുപോലെ ജീർണത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിനും എന്തിനും വരുന്നതാണ്. നമ്മുടെ ശരീരവും ജീർണപ്പെടുക. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ,
എൻ്റെ വലിയ ഒരു മൂല്യാങ്കണമാണ്, വിലയിരുത്തലാണ്. മനുഷ്യൻ്റെ ശരീരം പരമാവധി 21 വയസ്സ് വരെയേ വളരുള്ളൂ. അത് കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു. പിന്നീട് ഉണ്ടാവുന്നത് ക്ഷയമാണ്. ബുദ്ധിപ്പല്ല് മാത്രമേ മുളയ്ക്കാനുള്ളൂ. മിക്കവാറും മുളയ്ക്കും, ചിലർക്ക് മുളയ്ക്കാതെയും ഇരിക്കും. അപ്പം 21 വയസ്സ് വരെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരത്തിന് എന്ത് സംഭവിക്കണു? പിന്നെ സംഭവിക്കുന്നത് ക്ഷയം, ക്ഷീണമാണ്. ആ ക്ഷീണം കൂടി മൂത്ത് വന്നാൽ ഒരു ദിവസം അതങ്ങോട്ട് വിടേണ്ടി വരും. അപ്പം നമ്മളെ ദേഹി എന്ത് ചെയ്യണു അത്രേ? വാസാംസി ജീർണാനി യഥാവിഹായ, ജീർണപ്പെട്ടത്, മുഷിഞ്ഞത്, നൂലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തുടങ്ങി, തുള വീണു തുടങ്ങി, അങ്ങനെയുള്ള ജീർണപ്പെട്ട വസ്ത്രങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്, ഉപയോഗിക്കാറില്ല. അപ്പം അത് ഉപേക്ഷിക്കുന്നതിൽ നമുക്ക് വല്ല വിഷമമുണ്ടോ? ഇത്ര നാളും ഞാൻ ഉപയോഗിച്ചതാണ്, ഇനി അത് അങ്ങോട്ട് തള്ളിക്കളയുക, വേണ്ടാന്ന് വയ്ക്കുക. വസ്ത്രേ, എനിക്ക് വലിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, നീ ആയിട്ടുള്ള സംസർഗം അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കരയാറുണ്ടോ? ഇല്ല. അതേപോലെയാണ് ജീർണപ്പെട്ട ശരീരങ്ങളെ ദേഹി ഉപേക്ഷിക്കുന്നതും. തഥാ ശരീരാണി വിഹായ ജീർണാനി, അതേപോലെ തഥാ ജീർണാനി ശരീരാണി വിഹായ, ജീർണപ്പെട്ട ശരീരങ്ങളെ വിട്ട് അന്യാനി, മറ്റ് ശരീരങ്ങളെ. എങ്ങനത്തെ ശരീരങ്ങള്? നവാനി, നവാനി അന്യാനി ശരീരാണി ദേഹി, ദേഹി സംയാതി, പോകുന്നു ശരീരങ്ങളിലേക്ക്. ഇവിടെ 2 ക്രിയാപദ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഗൃഹാതി. എന്താ അതിനർത്ഥം? പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ. അപ്പം അതിൽ ആ ഉപേക്ഷയും സ്വീകാരവും രണ്ടും നമ്മുടെ കയ്യിലുള്ളതാ. ഇപ്പം നമുക്ക് വയസ്സായി എന്നുണ്ടെങ്കിൽ, അല്ല, നമ്മൾ ഉടുത്ത വസ്ത്രം പഴകി കീറിപ്പോയി, അത് പഴന്തുണിയായി എന്നുണ്ടെങ്കിലോ നമ്മൾ തന്നെയാണ് അത് ഉപേക്ഷിക്കുന്നത്. ഒന്നിലോ തുടയ്ക്കാൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ വലിച്ചെറിയും, അങ്ങോട്ട് കത്തിച്ച് കളയും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. അപ്പം അത് മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാണ്. ഈ വസ്ത്രം പഴയതായി, ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഉപേക്ഷിച്ച് എത്ര തന്നെ വാത്സല്യത്തോടു കൂടി ഞാൻ ധരിച്ചാലും ഇപ്പം വിട പറയാനുള്ള സമയമായി എന്ന് പറഞ്ഞ് നമ്മൾ അതിനൊരു ഫെയർവെല്ലൊന്നും നടത്താറില്ല, അങ്ങനെ ഉപേക്ഷിച്ചു. അത് നമ്മുടെ കയ്യിലുള്ളതാ. പഴകിയ വസ്ത്രം നമുക്ക് കാണാൻ സാധിക്കും, ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കും. പുതിയ വസ്ത്രം കടയിൽ നിന്ന് മേടിച്ചതോ തുന്നിച്ചതോ കൊണ്ടുവരാൻ പറ്റും, അതെടുത്തിടാനും പറ്റും. അപ്പം ആ ഉപേക്ഷയും പുതിയത് സ്വീകരിക്കലും രണ്ടും നമ്മളുടെ പൗരുഷത്തിന്, ഇച്ഛയ്ക്ക്, ഇച്ഛാശക്തിക്ക് വിധേയമാണ്. അതുകൊണ്ട് എന്തു പറഞ്ഞു? ഗൃഹാതി എന്ന് പറഞ്ഞ സകർമ്മക ക്രിയ ഉപയോഗിച്ചു. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി. ഇനി ദേഹം വിട്ട് ഇനി ഒരു ദേഹത്തിലേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഗൃഹാതി എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? ഒരാളുടെ ശരീരം വീണത് ആ ആൾ പോലും അറിഞ്ഞുകൊണ്ടല്ല. ഞാൻ പറയാറുണ്ടല്ലോ, മൃത്യുഹു അത്യന്ത വിസ്മൃതി എന്ന്. മൃത്യു എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മക്കേടാണ്. ആ ഓർമ്മക്കേട് വരുമ്പോൾ ഞാനിതാ വരണു എന്ന് പറഞ്ഞു വരില്ല. ഓർമ്മ വീണ്ടും കിട്ടിയാൽ പറയാം എനിക്ക് ഓർമ്മ കിട്ടിയെന്ന്, മറന്നുപോയി എന്ന്. ഈ മരണം എന്ന് പറയുന്ന ഓർമ്മക്കേടുണ്ടല്ലോ, അതിൽ നിന്ന് ആരും ഉണരില്ല. അപ്പം ഞാൻ മറന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓർമ്മക്കേട് വരുമ്പോൾ നോട്ടീസ് തന്നിട്ടൊന്നും എല്ലാവരും. ശരീരാണി വിഹായ ജീർണാനി, ഏത് ശരീരത്തിന് ജീർണത്വം സംഭവിച്ചോ ആ ജീർണപ്പെട്ട ശരീരത്തെ വിട്ട് അന്യാനി നവാനി ദേഹി സംയാതി, പുതിയ ശരീരങ്ങളിലേക്ക് ദേഹി പ്രവേശിക്കുന്നു, പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ശരീരം വിട്ട് വേറെ ഒരു ശരീരത്തിലേക്ക് നമ്മുടെ അന്തരാത്മ, ആത്മചൈതന്യം പോകുന്ന കാര്യം നമ്മുടെ കയ്യിലല്ല. നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ അത് അറിഞ്ഞോളണമെന്നില്ല. ഒരാളുടെ കയ്യിൽ നിന്നും സമ്മതം മേടിച്ചോ മുൻകൂർ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടോ അല്ല ഈ പോക്ക്. നേരെ മറിച്ച് പഴയ വസ്ത്രം പുതിയത് കിട്ടിയില്ല, അത് കൊണ്ടുവരാൻ വൈകി, തുന്നിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ഒക്കെ നീട്ടിക്കൊണ്ടുപോയി കീറൽ വരെ നമുക്ക് തുളയുള്ളത് വരെ കൊടുക്കാം. ശരീരത്തിൻ്റെ കാര്യത്തിൽ അത് പറയാൻ പറ്റില്ല. അത് ഉള്ളുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ശരീരം ബാഹ്യമാണ്, അതിൽ ധരിക്കുന്ന വസ്ത്രവും ബാഹ്യമാണ്, രണ്ടും ഭൗമമാണ്, ഭൗതികമാണ്. അപ്പം അത് രണ്ടും കാണാനും ധരിക്കുന്നതും എല്ലാം നമ്മുടെ ഉള്ളിലും അറിവിലും ഉള്ളതാണ്. എന്നാൽ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുമ്പോഴാകട്ടെ സംയാതി, അവിടെ പോണു. എപ്പോഴാണ് ദേഹി ഒരു ശരീരം വിട്ട് ഇനി ഒരു ശരീരത്തിലേക്ക് പോകുക എന്ന് പറയണത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ വരുന്നതും പോകുന്നതിനെയും സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യവസ്ഥയോ ഒരു തിയറിയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു കർമ്മബന്ധം എന്നൊരു തിയറി ഉണ്ട്.
ഒരു വ്യവസ്ഥ. അതിനെപ്പറ്റി എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഇവിടെ ജനിക്കുന്നു. ഇതൊരു തിയറിയാണ് കേട്ടോ, വാസ്തവമാണെന്ന് വിചാരിക്കരുത്, തിയറിയാണത്. ഒരു തിയറി നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, റിലിജൻ, നമ്മുടെ മതസിദ്ധാന്തങ്ങൾ മുഴുവനും, ധർമ്മം മുഴുവനും സൈക്കോളജിക്കൽ സയൻസാണ്, മനഃശാസ്ത്രമാണ്. ദാർശനികമായിട്ടുള്ളത് മുഴുവനും ബുദ്ധിശാസ്ത്രമാണ്. സ്പിരിച്വാലിറ്റി മുഴുവനും അനുഭവശാസ്ത്രമാണ്. അങ്ങനെ മൂന്നും ശാസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കാനും അതിന് വേണ്ട സഹായം, ശക്തി നൽകാനും അതിന് വേണ്ട ആശ വേണ്ടത്ര നീട്ടിക്കൊടുക്കാനും അങ്ങനെ സമാധാന സന്തുഷ്ടമായിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണത്, ഒരു സിദ്ധാന്തമാണ്. ആ സിദ്ധാന്തം എന്താ? ഇവിടെ ജനിക്കുന്നവരെല്ലാം അവരുടെ കർമ്മബന്ധത്തിന് വിധേയമായിട്ടാണ് ജനിക്കുന്നത്. എന്താണ് ഈ കർമ്മബന്ധം? ഒരാളുടെ കർമ്മം ഇനി ഒരാളുടെ അടുക്കലേക്ക് പോവില്ല. അതാണല്ലോ വാൽമീകി മഹർഷിയെ പ്രബുദ്ധനാക്കിയത്. പഴയതുപോലെ സപ്തർഷിമാർ വന്നപ്പോൾ അവരുടെ മടി കക്കണം എന്ന് തോന്നി, നിൽക്കാൻ പറഞ്ഞു. നിൽക്കിനവിടെ എന്ന് പറഞ്ഞ് ശാസിച്ചപ്പോൾ മഹർഷിമാര് പെട്ടെന്നൊന്ന് തിരിഞ്ഞങ്ങോട്ട് നോക്കി. ആ നോട്ടം സാധാരണ നോട്ടം പോലെ ആയിരുന്നില്ല. ഒന്നിലോ ദേഷ്യപ്പെട്ടു നോക്കും, അല്ലെങ്കിൽ ഭയപ്പെട്ടു നോക്കും, സംഭ്രമിച്ചു നോക്കും. അവരുടെ ദൃഷ്ടിയിൽ സംഭ്രമവും ദേഷ്യവും ഇല്ല. എന്താ ഞങ്ങളിങ്ങനെ സ്വതന്ത്രമായി സ്വച്ഛരായി പോകുമ്പോൾ ഇയാൾ ആരാ വിളിച്ചു പറയാൻ, തടുക്കാൻ എന്നൊന്നും അവർക്ക് തോന്നിയില്ല. അവരൊരു അനുഭാവത്തോട് കൂടിയിട്ടാണ് നോക്കിയത്. ആ അനുഭാവ ദൃഷ്ടി തന്നെ ഈ രത്നാകരൻ്റെ മനസ്സിനെ അങ്ങോട്ട് ഇളക്കി മറിച്ചു. എന്നിട്ടാണ് അവർ തമ്മിൽ ഒരു സംവാദം നടന്നത്. ഞാൻ കക്കുന്നവനാണ്, നിങ്ങളുടെ മടിക്കനം എടുക്കാനാണ് നിൽക്കാൻ പറഞ്ഞത്. അപ്പം അവരോ ഉപായപ്പെട്ടവരല്ല. മനുഷ്യജീവനെയും ജീവന്റെ ആവശ്യങ്ങളെയും അന്തിമാഭിലാഷങ്ങളും അവസാന സാഫല്യവും സൗഭാഗ്യവും എങ്ങനെ കിട്ടും എന്നൊക്കെ ചിന്തിച്ച് മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്നവരാണ് മഹർഷിമാർ. തപസ്സാണ് അവരുടെ കയ്യിലുള്ള ധനം. അപ്പം അവർ ചോദിച്ചു, താൻ ഇങ്ങനെ കളം പറിച്ച് നടക്കുന്നുണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയിട്ടാ? കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട്, കുടുംബം പുലർത്തണം. ആ കുടുംബം പുലർത്താൻ വേണ്ടി ഈ കളവ് നടത്തുമ്പോൾ നല്ലത് ചീത്താന്ന് രണ്ടുണ്ട് പ്രവൃത്തിയിൽ. അതിനെയാണ് പുരാണ ഭാഷയിൽ പുണ്യം പാപം എന്ന് പറയുന്നത്. അപ്പം പാപപുണ്യങ്ങളില്ലാതെ ഒരു പ്രവൃത്തിയും ലോകത്തിലില്ല. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒന്നിലോ അത് പുണ്യമായിരിക്കണം, അല്ലെങ്കിൽ അത് പാപമാണ്. അപ്പം പാപം ഒഴിവാക്കി പുണ്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ആവശ്യം. അപ്പം താൻ ഇന്നേ വരെ ചെയ്തു പോകുന്ന പ്രവൃത്തി മുഴുവനും പാപമാണ്. എന്തുകൊണ്ട്? പരപീഡനം. അന്യൻ്റെ കയ്യിലുള്ള സ്വത്ത് അയാൾ തരാതെയോ അയാളുടെ സമ്മതത്തോടു കൂടിയല്ലാതെയോ നമ്മൾ എടുത്താൽ അതിന് കളവ്, മോഷണം എന്ന് പേര്. ഇപ്പം നമ്മളുടെ ഇടയിൽ അഭ്യസ്ത വിദ്യരായി പലരും ഉണ്ടാവുമല്ലോ. അവര് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചില കളവൊക്കെ നടത്തും. എന്തെല്ലാം നിങ്ങൾ ആഫീസിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും അതും തകരാറിൽപ്പെട്ടതാണ്. നമുക്ക് വിധിച്ചിട്ടുള്ളതും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഒരു മുട്ടുസൂചി പോലും ശരിയല്ലാതെ എടുത്താൽ അത് തെറ്റ് തന്നെയാണ്. അതിന് നല്ല വ്യവസ്ഥയുണ്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് വലിയ വലിയ തെറ്റ് വരിക. നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളരുത്. ഒരു മുട്ടുസൂചിക്ക് വില കുറവായിരിക്കും, പക്ഷേ മുട്ടുസൂചി അപഹരിച്ചാലും അപഹരണത്തിന് കുറവില്ല. ആ അപഹരണം എന്ന് പറയുന്ന ദോഷം, പാപം അതിലുണ്ടാവും. അപ്പം പാപപുണ്യങ്ങളില്ലാതെ ഒരു പ്രവൃത്തിയുമില്ല. അപ്പം മറ്റുള്ളവരുടെ സമ്മതം കൂടാതെ തൻ്റെ മെയ്ബലം കൊണ്ട്, കയ്യൂക്ക് കൊണ്ട് അവരെ തടുത്തു നിർത്തി അവരുടെ കയ്യിലുള്ള സ്വത്ത് അപഹരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആൾക്കും അത് സമ്മതാവില്ല. അപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തൊഴിലാണ് തൻ്റെ. ഇതേവരെ അത് ചെയ്തു എന്നിട്ട് പറയണത് എന്നാ? കുടുംബക്കാരെ പുലർത്തിയെന്ന്. അപ്പം കുടുംബക്കാരെ പുലർത്തിയത് കെട്ടിക്കഴിഞ്ഞാൽ കെട്ടിയ പെണ്ണിനെയും ഉണ്ടായ കുട്ടികളെയും പുലർത്തണമല്ലോ. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. സമ്മതിച്ചു. ഇയാളെ എങ്ങനെയാ പഠിപ്പിക്കാപ്പാ? എന്നാ ഒരു കാര്യം ചെയ്യൂ, ഈ കട്ടിട്ട് കിട്ടുന്ന സാധനം കൊണ്ട് മേടിച്ച് കിട്ടുന്ന വിഭവങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ, അവരോട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഇതേവരെ പാപമായിരുന്നു, ഈ പാപപ്രവൃത്തി തുടർന്നാൽ ഉള്ളിടത്തോളം പാപം ഇനി വരാൻ പോകുന്ന പാപവും എല്ലാം കൂടി വലിയ ഒരു മൂട്ട, ഒരു ഭാണ്ഡമാവും. ഈ ഭാണ്ഡം ചുമക്കാൻ നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നൊന്ന് ചോദിച്ചു വരൂ. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടാവില്ല അതിന്. ഞങ്ങളെവിടെയാ? ഞങ്ങൾ ഭാര്യയും കുട്ടികളുമാണ്. ഭർത്താവിന് പുലർത്തേണ്ട ചുമതലയുണ്ട് അച്ഛന്. ആ ഭക്ഷണം ഞങ്ങൾ കഴിക്കണമെന്നേ ഉള്ളൂ. ആ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റുള്ളത് ആര് ചെയ്യാൻ പറഞ്ഞു? തെറ്റാതെ നല്ല പണം ഉണ്ടാക്കിക്കൂടെ? നല്ല പോലെ പുലർത്തിക്കൂടെ?
നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താനുള്ള അവകാശമോ അധികാരമോ ഞങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുവോ ഭർത്താവോ അച്ഛനോ? കേൾക്കൂല. അപ്പൊ പിന്നെ എന്തിനാ ഞങ്ങളിതിൽ പങ്കാളികളാക്കുന്നത്? കൊണ്ടുവരുന്ന സാധനം അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ദേഹത്തിനാണ്. ഞങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങ് ഈ ചെയ്യുന്ന പ്രവൃത്തി. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ ഇതിൽ ഞങ്ങളാരും പങ്കാളികളല്ല എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടതോടുകൂടി രത്നാകരൻ്റെ മനസ്സങ്ങോട്ട് മറിഞ്ഞു. ആഹാ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കുടുംബസ്നേഹത്തോടുകൂടി ഭാര്യയ്ക്കും കുട്ടികൾക്കും കൂടി മുടക്ക് വരരുതല്ലോ അഷ്ടിക്കുക എന്ന് വിചാരിച്ച് കട്ടിട്ടായാലും കളം പറിച്ചിട്ടായാലും കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ കൊടുക്കുന്നത് അവർക്ക് വേണമത്രേ. പക്ഷെ അതിൽ എനിക്ക് വന്നു ചേരുന്ന പാപത്തിൻ്റെ ഒരംശം പോലും അവർ വഹിക്കാനോ സഹിക്കാനോ പങ്കുചേരാനോ തയ്യാറില്ല എന്ന്. ഇങ്ങനെ ഒരു കുടുംബം എനിക്ക് വേണ്ട എന്ന് തോന്നുന്നു. ഇനി ഞാൻ ചെയ്ത പാപത്തിന് എന്താ വേണ്ടേ? ഇനി പാപം ചെയ്യാതെ ഇരിക്കാൻ ഈ പ്രവൃത്തി നിർത്തണം. അത് ഞാൻ നിർത്തി കഴിഞ്ഞു. ആരെന്ത് പാപം ചെയ്യുകയാണെങ്കിലും അത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് അത് നിർത്തുക, പിന്നെ തുടങ്ങരുത്. ഇനി ചെയ്ത പാപത്തിനുള്ള പരിഹാരമാണല്ലോ. അപ്പൊ ഇനി ഞാൻ ചെയ്യണില്ല എന്ന് രത്നാകരൻ തീരുമാനിച്ചു. ഇനി ചെയ്ത പാപത്തിനോ അതിൻ്റെ കറ ഉള്ളിലുള്ളതിനോ അതിനാണ് അവർ പറഞ്ഞു കൊടുത്തത് രാമനാമം ജപിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മളൊക്കെ ജനിക്കുന്നത് ഒറ്റയ്ക്കാ. ആ ഒറ്റയ്ക്കുള്ള ജന്മത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ജീവനും ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും ചെയ്യാൻ സാധ്യതയുമുള്ളതുമായ പാപപുണ്യങ്ങളാണ്. ഈ പാപം പുണ്യം എന്ന് പറയുന്നത് രണ്ടെണ്ണേ ഉള്ളൂ. പ്രവൃത്തികൾ അനവധി ഉണ്ടാവാം. എത്രയോ പ്രവൃത്തികളുണ്ട്. കാണലൊരു പ്രവൃത്തിയാണ്, കേൾക്കലൊരു പ്രവൃത്തിയാണ്, പിടിക്കലൊരു പ്രവൃത്തിയാണ്, നടക്കലൊന്നാണ്, തിന്നണതൊന്നാണ്, മലമൂത്ര വിസർജനം വേറെ ഒന്നാണ്, ചിന്തിക്കുന്നതൊന്ന്, ആലോചിക്കുന്നതൊന്ന് എന്ന് തുടങ്ങി പല വിധത്തിലുള്ള പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നു. പല പരിതസ്ഥിതിയിലും പല ചുറ്റുപാടിലും പല സമ്പർക്കത്തിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവൃത്തി വിവിധമാണെങ്കിലും വിവിധമായ പ്രവൃത്തികളെ രണ്ട് വകുപ്പിലാണ് തിരിക്കുക: പാപം പുണ്യം എന്ന്. ഇത് ധാർമ്മിക സങ്കല്പമാണിത് രണ്ടും. ആ പാപം പുണ്യം എന്നങ്ങോട്ട് തരംതിരിച്ച് ഓരോരുത്തരും ജീവിച്ച് അവസാനിക്കുന്ന സമയത്ത് എത്രയുണ്ടാവും? ഈ പാപവും പുണ്യവും അങ്ങനെ കൂടി വരും. ജനിക്കുമ്പോൾ എന്തോ കുറച്ചുണ്ടെന്ന് വയ്ക്കുക. ഒരു 60 കൊല്ലം 70 കൊല്ലം കഴിയുമ്പോഴേക്കും പാപപുണ്യങ്ങളുടെ ഭാരം കൂടിക്കഴിഞ്ഞു. എന്നിട്ട് ശരീരം വീഴും. അപ്പോൾ വീഴുമ്പോൾ എന്തുണ്ടാവും? ഈ പാപവും പുണ്യവും കൂടി മുൻപിൽ ചെയ്തു വെച്ചതിനോടുകൂടി ചേർന്നിട്ടോ ആ ആകത്തൊക്കെ മുമ്പിൽ 100 കിലോ ആണെങ്കിൽ അത് 110 ആവും, അല്ലെങ്കിൽ 105 ആവും. അപ്പം ഈ കർമ്മബന്ധത്തെ നമ്മളൊന്ന് ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് 3 തരത്തിലായിട്ട് വിഭജിക്കണം. ഒന്ന്, അനവധി ജന്മങ്ങളിലായി നമ്മുടെ ശരീരത്തിലുള്ള ജീവൻ എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ ആ പ്രവൃത്തികളുടെ എല്ലാം കൂടി പരിണത ഫലത്തിൻ്റെ ആകത്തുക, അതിനാണ് സഞ്ചിതം എന്ന് പറയുക. ഒരു വലിയ പാത്രത്തിൽ അവിടെ ഉണ്ടെന്ന് വയ്ക്കുക. അതാണ് സഞ്ചിതം, സമ്പാദിച്ചു വെച്ചിട്ടുള്ളത്. ആ സഞ്ചിതത്തിൽ നിന്ന് ഏറ്റവും മുന്തി നിൽക്കുന്നത്, പ്രകടമായി നിൽക്കുന്ന പാപവും പുണ്യവും കൂടി രണ്ടും കൂടി ചേർത്തിട്ടാണ് ഒരു ജന്മം ഉണ്ടാവുന്നത്. ആ ജന്മം ഉണ്ടാവുമ്പോൾ ഉള്ളിടത്തോളം പാപവും പുണ്യവും ആ ജന്മത്തിൽ നമുക്ക് ഭാഗമാക്കാണ്ടി വരില്ല. അതിൽ ഒരു ഭാഗം, ഏത് ഭാഗം? ഏറ്റവും ശക്തിമത്തായി കനം കൂടി നിൽക്കുന്നത്. അങ്ങനെ ഈ ജന്മം ഉണ്ടാവുമ്പോഴും നമുക്ക് പിന്നിലൊരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കിനെയാണ് ഈ സഞ്ചിതം എന്ന് പറയുന്നത്. ആ സഞ്ചിതം അവിടെ നിൽക്കുമ്പോൾ ഒരു ഭാഗമെടുന്ന് പ്രാരബ്ധം എന്ന് പറഞ്ഞതാണ് ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്. എന്താ ഈ പ്രാരബ്ധം? പ്രകർഷേണ ആരബ്ധം. അതിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മൾ വരുമ്പോൾ ഒരു ഷീട്ടും കൊണ്ടാണ് വരണത്. ആ ഷീട്ട് അവിടുന്ന് എടുത്തതാ. അതിൽ ബാക്കി നിൽക്കുന്നതാണ് സഞ്ചിതം. ആ എടുത്ത് ഈ ജന്മത്തിൽ ആ പ്രാരബ്ധം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 സാധ്യതയാണ് ഉള്ളത്. നമുക്ക് ശാസ്ത്രങ്ങൾ വായിച്ചോ മറ്റു പ്രകാരത്തിൽ വിചാരം ചെയ്തോ അധ്യാത്മമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ എന്താ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? വേദാവിനാശിനം നിത്യം കഥം സപുരുഷ പാർത്ഥ. ഈ ആത്മാവിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പ്രവൃത്തിയുമില്ല, പ്രവൃത്തിയുടെ പാപപുണ്യ ഫലങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പാപപുണ്യം എന്ന് പറയുന്ന ഫലം മുഴുവനും ഇല്ലാതെയായി തുടച്ചു മാറ്റുന്ന ഒരു വിശേഷപ്പെട്ട നേട്ടമാണ് ഈ ജ്ഞാനം, ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനം സമ്പാദിക്കുന്നത് വരെ നമ്മുടെ പ്രവൃത്തികളിൽ കർത്തൃത്വം, ഉടമസ്ഥാവകാശവും അതിൻ്റെ പാപപുണ്യ ഫലങ്ങളും നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കും. അപ്പം എന്തു വേണം?
ഈ പ്രാരബ്ധം അനുഭവിക്കുന്ന സമയത്ത് യുദ്ധക്കളത്തിൽ വെച്ച അർജുനനോ അയോധ്യ രാജധാനിയിൽ വെച്ച് ശ്രീരാമനോ ഭാഗീരഥി തീരത്ത് വെച്ച് പരീക്ഷിത്തിനോ ഇങ്ങനെ പലർക്കും ഉണ്ടായില്ലോ ജ്ഞാനം. അതുമാതിരി ജ്ഞാനം സമ്പാദിച്ചാൽ മെച്ചപ്പെട്ടു. പിന്നെ അവിടെ പ്രാരബ്ധവുമില്ല, സഞ്ചിതവുമില്ല, ആഗാമി എന്ന് പറയണതുമില്ല. അതില്ലെങ്കിലോ ഈ ജന്മം അവസാനിക്കുമ്പോൾ പാപപുണ്യങ്ങളുടെ പുതിയ ഒരു ആകത്തുക നമ്മൾക്ക് ഉണ്ടാവും. ആ ആകത്തുക സഞ്ചിതത്തിൽ ചേരും. അങ്ങനെ ഇപ്പം ഇരിക്കുന്ന സഞ്ചിതം, അനുഭവിക്കുന്ന പ്രാരബ്ധം. നമുക്ക് ജ്ഞാനം കിട്ടിയില്ലെങ്കിൽ ഈ ജന്മകർമ്മ പരമ്പര ഇങ്ങനെ തുടർന്ന് പോവും. അങ്ങനെ തുടർന്ന് പോവുമ്പോൾ ഇനി പുതിയ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ആ സാധ്യതയാണ് ആഗാമി, വരാൻ പോകുന്നത് എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, സഞ്ചിതം. ഇപ്പൊ അനുഭവിക്കുന്നത് പ്രാരബ്ധം. ഇവിടെ നമ്മുടെ ജന്മം അവസാനിപ്പിച്ചില്ലെങ്കിലോ ഇനിയും പുതിയത് ചെയ്തു വരാൻ പോകുന്നത് ആഗാമി. ഇങ്ങനെ 3 ഭാഗമാണ് കർമ്മബന്ധത്തിൽപ്പെട്ട കണക്ക്. അപ്പൊ ഈ പ്രാരബ്ധത്തെ അവസാനിപ്പിക്കണം. ഇനിയുള്ള ജന്മങ്ങളും ഉണ്ടാവരുത്, കർമ്മങ്ങളും ഉണ്ടാവരുത്, സഞ്ചിതത്തിനൊരു അവസരം കിട്ടരുത് എന്നാണെങ്കിലോ ആത്മജ്ഞാനം കയ്യിലാക്കണം. അത് നേടുന്നത് വരെ നമ്മുടെ ഈ ജന്മകർമ്മ പരമ്പര തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ കർമ്മബന്ധത്തിനനുസരിച്ചാണ് ഈ ഓരോ ജീവൻ പോകുന്നതും വരുന്നത്. എല്ലാവരും എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ കാലം ജീവിക്കാറില്ല. ചിലർക്ക് ആരോഗ്യമുണ്ടാവും, ചിലർക്ക് അനാരോഗ്യമാവും കൂടുതൽ. ചിലർക്ക് മഹാവ്യാധികൾ വരും, തീരാവ്യാധികൾ വരും. ചിലപ്പോൾ ആക്സിഡൻറ്റിൽ, അപകടങ്ങളിൽ മരിച്ചു പോവും. പലതരത്തിലാണ് അപ്പം മരണം. ഒരു വിഷമവും ഇല്ല. ബോംബെയിൽ ഒരാൾ, ഞാൻ പറയാറുണ്ട് നിങ്ങളോട്, തുമ്മിയത്രേ, തുമ്മൽ കലശലായി, മൂക്ക് ചെന്ന് മുട്ടിലിടിച്ചു, ആ ആൾ മരിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഇപ്പം ചെയ്യുക? സുനാമി പെട്ടെന്ന് വന്നു, എത്ര ആളിതിൽ നഷ്ടപ്പെട്ടു. ഒരു തീ ഉണ്ടായി, മനുഷ്യർ പലരും നഷ്ടപ്പെട്ടു. പലതും ഉണ്ടാവാൻ നമുക്ക് ഇന്നതാന്ന് പറയാൻ പറ്റില്ല. അപ്പോ തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അപ്പൊ ശരീരത്തിനെ വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോണു. അതെങ്ങനെയാ? ദേഹത്തിൽ തന്നെ വസ്ത്രങ്ങൾ അണിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ജീർണപ്പെട്ട് ആ ജീർണപ്പെട്ടത് ഉപേക്ഷിച്ച് പുതിയതെടുക്കുന്ന പോലെയാ. അപ്പൊ ജീർണപ്പെട്ടത് ഉപേക്ഷിച്ചാൽ പിന്നെ എല്ലാവരും ധരിക്കുന്നത് പുതിയതല്ലേ? അതുപോലെ 5 വയസ്സോ 50 വയസ്സോ 80 വയസ്സോ ആയി നമ്മൾ ശരീരം വിട്ടാലും പിന്നെ കിട്ടാൻ പോകുന്ന ശരീരം പുതിയതാണ് കേട്ടോ. 0 വയസ്സോടുകൂടി ആദ്യമായിട്ടാണ് ജനിക്കാൻ പോകുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആണ്ടപ്പിറന്നാൾ. അപ്പൊ ആര് മരിച്ചാലും ഇനി കിട്ടാൻ പോകുന്ന ശരീരം പുതിയതും ഇളം ശരീരവുമാണ്. ഇതാണ് ഈ കർമ്മബന്ധത്തിന്റെ തിയറി. അച്ഛനമ്മമാരും മക്കളും കൂടി ജീവിക്കുന്നു. ചില അച്ഛനമ്മമാരൊക്കെ പറയും, എൻ്റെ കുട്ടിയുണ്ടല്ലോ അപ്പാ, ഇയാൾ എന്നെയും കൊണ്ടിട്ടില്ല, അവൻ്റെ അമ്മയെയും കൊണ്ടിട്ടില്ല, അനുകരിക്കുന്നില്ല, അവൻ്റെ പ്രകൃതം ഒന്ന് വേറെയാ, ഞങ്ങൾ വിചാരിക്കണമാതിരി ഒന്നുമല്ല പോക്കെന്ന്. അതിനിപ്പോൾ അവരാണോ ഉത്തരവാദി? ഗർഭാധാനത്തിന് സാധിക്കും, ഗർഭപോഷണം നമുക്ക് സാധിക്കും, പ്രസവം, പ്രസവാനന്തര ശുശ്രൂഷ, ഇതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും പറയും, അച്ഛനമ്മമാർ സമാധാനക്കേടുള്ളപ്പോൾ ഒരു കുട്ടിയെ പെറ്റു വളർത്താൻ നമുക്ക് സാധിക്കുമപ്പാ. ആ വളർന്ന കുട്ടി ഇന്ന മാതിരി നടക്കണം എന്ന് പറഞ്ഞ് ഒരു വരച്ച് നടത്തിക്കാൻ നമുക്ക് പറ്റില്ല. അത് നല്ലതുമല്ല. നന്നായാൽ സന്തോഷിച്ചോളൂ, ബലേഭേഷ്. നന്നായില്ലെങ്കിലോ വൈരാഗ്യത്തോടു കൂടിയിരിക്കും. എൻ്റെ പൊന്നു മോനെ, ഞാൻ നന്നാവുമെന്ന് വിചാരിച്ചു, നീ എനിക്ക് മനോവേദനയാണ് ഉണ്ടാക്കണത്. എന്നാൽ നിന്നെ സംബന്ധിച്ച വേദന ഇനി എനിക്ക് ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ജീവൻ ഒറ്റയ്ക്കാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. അവരുടെ തന്നെ കർമ്മബന്ധങ്ങളും കർമ്മവാസനകളുമാണ് അവർക്ക്. അച്ഛൻ അമ്മ എന്ന് ഞങ്ങൾ പറയണത് ദേഹത്തിൻ്റെ ലെവലിൽ മാത്രമാണ്. എൻ്റെ ഗർഭാശയത്തിലാണ് നീ കുട്ടിയായിട്ട് രൂപപ്പെട്ടത്. ഞാനാണ് അമ്മിഞ്ഞ തന്ന് വളർത്തിയത്, പാലൂട്ടി വളർത്തിയത്. ഇതൊക്കെ ശരിയാ. പക്ഷേ നിന്റെ ഉള്ളിലുള്ള സ്വഭാവം ഞാൻ രൂപപ്പെടുത്തിയതല്ല. 70 കൊല്ലം ജീവിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ സ്വഭാവത്തെ 7 മാസം ഗർഭം കൊണ്ട് രൂപപ്പെടുത്താൻ ലോകത്തിൽ ആർക്കാ സാധിക്കുക? ഒരാൾക്കും സാധിക്കില്ല. 70 കൊല്ലം ജീവിക്കാൻ പോണു, എന്തൊക്കെയോ ചെയ്യാൻ പോണു അയാളുടെ പൂർണ്ണ സ്വഭാവം അമ്മ 7 മാസം കൊണ്ട് തൻ്റെ ഗർഭാശയത്തിൽ രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അത്? അപ്പൊ സ്വഭാവ രൂപീകരണത്തിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. നമുക്ക് നല്ലത് പറയാം, നല്ലത് ചെയ്യാം, നല്ല മാതിരി നോക്കാം. ഒരു കലയാണ് കുട്ടികളെ വളർത്തുന്നത്, അതിന് പരിശ്രമിച്ചോളൂ. എന്നാലും ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ സമാധാനിച്ചിരുന്നോളൂ.
ഞാനൊരു കുട്ടിയെ പെറ്റു എന്ന് പറഞ്ഞ് അവൻ പാപബുദ്ധിയുള്ളവനാണെങ്കിൽ ആ പാപബുദ്ധിക്ക് ഞാൻ ഉത്തരവാദി എന്ന് പറയണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുൻപിൽ, എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് കേട്ടതാ. മക്കളെ പെറ്റ വയറെ മദ്ദളം കൊട്ടിക്കളിക്ക്. മക്കളെ പെറ്റാൽ മദ്ദളം കൊട്ടുവത്രേ. കുട്ടികൾ ശരിയാത്തപ്പോൾ അമ്മമാർക്ക് വിഷമാണല്ലോ ശരിയാകാത്തപ്പോൾ. അപ്പം അങ്ങനെ വരാം. അപ്പം നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോഴൊക്കെ വേണ്ടതെന്താ? ഈ വൈരാഗ്യബുദ്ധി. ഓരോരുത്തരും അവരവരുടെ പൂർവകർമ്മത്തിന് അനുസൃതമായിട്ടാണ് വന്ന് പിറക്കുന്നത്, ജീവിക്കുന്നത്, വളരുന്നത്. അതിൽ നാം ഈ ശരീരത്തിൻ്റെ വളർച്ചയിൽ മാത്രമേ മിക്കവാറും പങ്കെടുക്കുന്നുള്ളൂ. മനസ്സിനെ രൂപീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഞങ്ങളുടെ സംസ്കാര പൈതൃക ക്ലാസ്സിൽ കുട്ടികൾക്ക് വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചു കൊടുക്കണം. സംസ്കാര വിഷയങ്ങൾ പലതും പഠിപ്പിച്ചു കൊടുക്കണം. ആ കുട്ടികൾ കുറച്ച് മുതിർന്നാൽ ഇവിടുന്ന് പോവും. അപ്പം ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ ഏതാണ്ട് ബഹുശതം കുട്ടികളുണ്ടാവാം. ആ കുട്ടികളൊക്കെ ഈ പഠിപ്പിച്ചതും കേട്ടതും ഗ്രഹിച്ചതും എല്ലാവരും ഒരുപോലെ നുണഞ്ഞ് അതിനനുസരിച്ച് വളരും എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഭൂമാനന്ദ സ്വാമിജിക്കില്ല. ഇല്ല. നമ്മളെല്ലാം ഈശ്വരപുത്രന്മാരും പുത്രിമാരുമാണ്. ഈശ്വരൻ്റെ ഉദ്യാനമാണ് ഈ ലോകം. അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചതാണ് ലോകത്തിലുള്ള ജീവരാശി മുഴുവനും. ആ ജീവരാശി ഈശ്വരനിൽ നിന്ന് ജനിച്ച കുട്ടികൾ എല്ലാവരും ഒരുപോലെ പെരുമാറുന്നുണ്ടോ? ഇല്ല. എന്നിട്ടാണോ നാരായണാശ്രമ സംസ്കാര പൈതൃക ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഒരുപോലെ കൃഷ്ണനും രാമനും ആകാൻ പോകുന്നത്? ആയാൽ സന്തോഷം, ആയില്ലെങ്കിലോ? നിങ്ങൾ എത്ര വേണമെങ്കിൽ നല്ല പോലെ പഠിപ്പിച്ചോളൂ, അവരതങ്ങോട്ട് മറക്കും. എന്നാൽ ഈ പഠിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ അവരർത്ഥമുണ്ട്. എന്താ? അവർ കുറച്ച് കാലമൊക്കെ ഒന്ന് വ്യതിചലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അങ്ങനെ പ്രായത്തിന് മൂപ്പ് വരുമ്പോൾ ഈ ലോകം എപ്പോഴും കിഴുക്കുന്നതാണ്, ചതയ്ക്കുന്നതാണ്, ഉരുട്ടുന്നതാണ്. എപ്പോഴും നമുക്ക് ഈ ലോകത്തിൽ നിന്ന് ഇടിയും ചതവും കിട്ടാണ്ടിരിക്കില്ല. കുറെ ഇടിയും ചതവും കിട്ടിക്കഴിഞ്ഞാലോ അവരുടെ നില എന്താവും? നമ്മൾ ഈ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തിട്ടുള്ള ആ വിശ്വാസത്തിലേക്കും വിവേകത്തിലേക്കും മടങ്ങി വരും.